അവിടെ നിന്ന് മറ്റാരെങ്കിലും കോണ്ടാക്ട് ചെയ്തിരുന്നു? നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സർ, താൻ എന്തോ നാളെ അവിടെ കാണിക്കുന്നത്? ആ കിളന്നിട്ട് അവിടെ ചെറുക്കൻ്റെ അടുത്തേക്ക് പോകും. സർ, ഈ സമയത്ത് മാനസികാവസ്ഥ നമ്മുടെ അടുത്ത മാസം തനിക്ക് മനസാക്ഷി തന്നാൽ മതിയോ? പോയാ ചെറുക്കനോട് വലം വെച്ച് കുറച്ച് കണ്ണീര് വെത്തണം. ക്യാമറമാനോട് കൂടി പറ. ഹലോ ഹലോ സർ, എനിക്കിത് ഓർമ്മയില്ല ചേട്ടാ. മോൻ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പറയുന്നു. മോൻ വരുന്ന കണ്ടോ? മോന്റെ കൺമുമ്പിൽ വെച്ചായിരുന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ. അപ്പൊ പെട്ടെന്ന് വലിയ ശബ്ദം. പിന്നെ കിട്ടിയില്ല. ശബ്ദം എന്താന്ന് അമ്മ പറഞ്ഞായിരുന്നോ? അതോ ശബ്ദത്തിന് ശേഷം അങ്ങനെ കണ്ടിട്ടേ ഇല്ല? മണ്ണിനും പൊന്നിനും പെണ്ണിനും മതത്തിനു വേണ്ടി പടവെട്ടി കൊന്നും തിന്നും കൊല വിളിച്ച് വാഴ്ത്തപ്പെട്ട വർഗം മനുഷ്യൻ. 4 ദിവസങ്ങൾക്ക് ശേഷം മരിച്ചതൊന്നും പറയണമെന്ന് പറ്റില്ല. ഓടിയൊന്നും പിടിക്കില്ല. അവരാരും പറയുന്നത് നീ കേൾക്കണ്ട. നിന്റെ അമ്മ ചത്തു. ഞാൻ സോഷ്യൽ മീഡിയ ഞാൻ തീരുമാനിക്കും. മരിച്ചതാര്, കൊന്നതാര്, പ്രതിയാര്. എന്തിന് നിങ്ങളെപ്പോൾ ഉറങ്ങണമെന്ന് പോലും ഞാനാ തീരുമാനിക്കുന്നത്. നിന്റെ അമ്മ ചത്തു. എന്താ ചേച്ചി, എന്നെ മോനെ സ്വപ്നം കണ്ടോ? എന്നോട് നാട്ടിൽ എത്താൻ പറ്റുമോ? എന്റെ മോനെ ഒന്ന് കണ്ടിട്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലായിരുന്നു. ചെയ്യിപ്പിച്ചവരും എവിടെയോ സുഖമായിരിക്കുന്നു. ഒന്നും ചെയ്യാത്ത പാവങ്ങൾ ഇപ്പോൾ ഇരയാകുന്നു. നമ്മൾ ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദമല്ലേ കേട്ടത്? യുദ്ധം അവസാനിച്ചു എന്നത് സന്തോഷകരമായ വാർത്തയാണെങ്കിലും അതിൽ ഇരയാക്കപ്പെട്ടവരുടെ എണ്ണം വളരെ വലുതാണ്. അങ്ങനെ ഒരു കുടുംബത്തിന്റെ സന്തോഷകരമായ വാർത്തയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു നാട് മുഴുവൻ മരിച്ചു എന്ന് വിശ്വസിച്ച് സിന്ധു എന്ന മലയാളി നഴ്സിന് തിരിച്ചു വരിക ആഘോഷിക്കുകയാണ്. ഇതിൽ വേദനാജനകമായ മറ്റൊരു കാര്യം, സിന്ധുവിന്റെ മകൻ പ്രണവ് 16 വയസ്സ്. എല്ലാരും കൂടി ചേർന്നവരെ കൊന്നതാ. നാട്ടുകാരും കുറെ വാർത്തകാരും കൂടി അവന് സമാധാനം കൊടുത്തില്ല. എന്റെ മോൻ നെഞ്ചു പൊട്ടി അത് ചെയ്തു. അയ്യോ മോനെ, അവസാനിപ്പിക്കണം. ജീവിച്ചു കാണിക്കുകയാണ്. സോഷ്യൽ മീഡിയ കളിക്കുന്ന ഈ കാലത്ത് കേട്ട വാർത്തകൾ എത്രമാത്രം സത്യമെന്ന് കൂടി തിരിച്ചറിയിച്ചു. ഒരു ജന്മം, ഒരൊറ്റ ജീവിതം പെട്ടെന്ന് ജീവിക്കും. നന്ദി.